നമസ്കാരം. വഴിയോരത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കുട്ടിക്കാലത്ത് മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു ദേവിയുടെ അത്ഭുത കഥയാണെന്ന്. ഇത് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. പുള്ളിയിലങ്കത്തിൽ ദേവീക്ഷേത്ര നടയിൽ മുല്ലച്ചെടിയിൽ ധാരാളം മുല്ലപ്പൂക്കളുണ്ടായിരുന്നു. ഒരു ദിവസം അമ്പലത്തിൽ വന്നൊരു മുത്തശ്ശിക്ക് മുല്ലപ്പൂക്കളോട് ഭ്രമം തോന്നി. തൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുട്ടയിലേക്ക് പൂക്കൾ പറിച്ചെടുത്ത് മുത്തശ്ശി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയ മുത്തശ്ശി പൂക്കൾ കോർത്തു തുടങ്ങി. നിമിഷങ്ങൾക്കകം മുല്ലപ്പൂക്കൾ പാമ്പായി മാറുകയും മുത്തശ്ശിയും മറ്റും ഭയപ്പെടുത്തുകയും ചെയ്തു. മുത്തശ്ശിയും കുട്ടികളും വല്ലാണ്ട് ഭയപ്പെട്ടുപോയി. താൻ അമ്പലത്തിൽ നിന്ന് പൂക്കൾ പറിച്ചത് കാരണമാണ് തനിക്ക് ഇങ്ങനെ തോന്നിയത് എന്ന് മനസ്സിലാക്കിയ മുത്തശ്ശി തിരികെ വന്ന് തൻ്റെ കുട്ടയും അതിലെ മുല്ലപ്പൂക്കൾ എല്ലാം വാരി നിറച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. മുല്ലപ്പൂക്കൾ തലയിലേറ്റി ദേവിയോട് മാപ്പ് പറഞ്ഞ് കണ്ണീരോടുകൂടി ആ മുത്തശ്ശി വൈകുന്നേരത്തോടുകൂടി അമ്പലത്തിലേക്ക് തിരികെ എത്തി. അവിടെ മുല്ലപ്പൂക്കളുടെ ചുവട്ടിൽ തൻ്റെ കുട്ടയും കൊണ്ടുവച്ച് മുത്തശ്ശി ദേവിയോട് മാപ്പ് പറഞ്ഞു. ശേഷം എഴുന്നേറ്റ് ദേവീക്ഷേത്ര നടയിലെത്തി ദേവിയോട് മാപ്പ് പറഞ്ഞ് അവിടെ ബോധരഹിതയായി വീണു. അമ്മയുടെ നടയിൽ നിന്നും പറിച്ചെടുത്ത പൂക്കൾ അമ്മ തന്നെ തിരികെ എടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ മുത്തശ്ശി കരഞ്ഞു. ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ ബോധരഹിതയായി വീണു. ക്ഷേത്രനട തുറക്കാനെത്തിയ മേൽശാന്തി കണ്ടത് മുത്തശ്ശി കൊണ്ടുവന്ന മുല്ലപ്പൂക്കൾ പൂമാലയായി ഉയർന്ന് ഭഗവതിയുടെ കഴുത്തിലേക്ക് വീഴുന്നതാണ്. മുല്ലമാല കഴുത്തിലണിഞ്ഞ ദേവി ഉടൻ തന്നെ മുത്തശ്ശിയും മേൽശാന്തി അനുഗ്രഹിച്ച് അവിടെ നിന്നും അപ്രത്യക്ഷ. ഭഗവതിയുടെ ഈ കഥ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.